വ്രതവിശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾക്ക് തിങ്കളാഴ്ച സന്തോഷത്തിന്റെ പെരുന്നാൾ. ഒരു മാസക്കാലം അന്നപാനീയങ്ങൾ വെടിഞ്ഞും മറ്റ് ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയും നേടിയെടുത്ത ആത്മചൈതന്യത്തിന്റെ ആഘോഷമാണ് ഈദുൽ ഫിത്തർ. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ് നിസ്കാരത്തിൽ പങ്കാളികളായും സൗഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ കൊണ്ടാടുകയാണ്. أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. വ്രതവിശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾക്ക് തിങ്കളാഴ്ച സന്തോഷത്തിൻ്റെ പെരുന്നാൾ. ഒരു മാസക്കാലം അന്നപാനീയങ്ങൾ വെടിഞ്ഞും മറ്റ് ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയും നേടിയെടുത്ത ആത്മചൈതന്യത്തിൻ്റെ ആഘോഷമാണ് ഈദുൽ ഫിത്തർ. സാഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന ദിനം കൂടിയാണ് ഈദുൽ ഫിത്തർ. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ഈദ് നിസ്കാരത്തിൽ പങ്കാളികളായും സൗഹൃദങ്ങൾ പുതുക്കിയും ബന്ധുക്കളെ സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ കൊണ്ടാടുകയാണ്. സ്വന്തത്തിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും അകം തുറന്നു നോക്കാനുള്ള അവസരം കൂടിയാണ് ഈദ്. വ്രതത്തോടൊപ്പം ഖുർആൻ പാരായണവും ഇത്തിക്കാഫും നിർബന്ധിത ഫിത്തർ സക്കാത്തും നിർവഹിച്ചാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ വരവേൽക്കുന്നത്. സ്രഷ്ടാവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനും ജീവിതയാത്രയിൽ സംഭവിച്ച പാപങ്ങൾ കഴുകിക്കളയാനും വിശ്വാസികൾ റമളാനിൻ്റെ പകലിരവുകളിൽ ഹൃദയമുരുകി പ്രാർത്ഥിച്ചു. മനസ്സും ശരീരവും സ്ഫുടം ചെയ്തെടുത്തതിൻ്റെ തിളക്കം കൂടിയുണ്ട് ഈദുൽ ഫിത്തറിന്. ദുരിത ജീവിതം നയിക്കുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും സ്വാതന്ത്ര്യമേകാനും വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാനുമാകണം ഇത്തരം ആഘോഷങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന സന്ദേശമാണ് പെരുന്നാൾ നൽകുന്നത്. വിദ്വേഷ പ്രചരണങ്ങളും വെറുപ്പുൽപാദനവുമില്ലാത്ത സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിനു വേണ്ടി പ്രവർത്തിക്കാനും പ്രതിജ്ഞയെടുക്കാനുമുള്ള അവസരമായി പെരുന്നാളിന് മാറ്റണമെന്നാണ് വിവിധ സംഘടനാ നേതാക്കളും പെരുന്നാൾ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.